ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് സിനിമയുടെ റിവ്യൂവാണ് പറയാൻ വേണ്ടി പോകുന്നത്. ട്രോമ എന്നാണ് ഈ സിനിമയുടെ പേര്. വലിയ താരങ്ങളോ ആരുമില്ലെങ്കിൽ പോലും ബിഗ് ബോസ് തമിഴ് സീസൺ 7 എന്ന പൂർണിമ രവിയാണ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം അവതരിപ്പിക്കുന്നത്. പിന്നെ വിവേക് പ്രസന്ന എന്നൊരാളുണ്ട്, ആ ആളും കൂടെ ഒരു പ്രധാനപ്പെട്ട റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രേമം സിനിമയിലെ മറ്റേ മതിലിൻ്റെ ഒരു ബോയ് ഫ്രണ്ട് ഒരു പയ്യനില്ലേ, ആ ഒരാളും കൂടെ ഒരു റോൾ ചെയ്യുന്നുണ്ട്. സംഭവം ഒരു ബ്ലാക്ക് മെയിൽ സ്റ്റോറിയാണ്, പക്ഷേ ഇത് കുറച്ചും കൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കാമായിരുന്നു. നല്ല സ്ക്രിപ്റ്റായിരുന്നു, പക്ഷേ മേക്കിംഗ് ഡയറക്ഷനൊക്കെ ഭയങ്കര മോശമായി പോകുന്നുണ്ട്. ആ ഒരു കഥ നമുക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി ഭയങ്കരമായ ഒരു മോശമായിപ്പോയെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഗുഡ് സ്ക്രിപ്റ്റായിരുന്നു, പക്ഷേ അത് എടുത്തു വച്ചിരിക്കുന്ന ആ ഒരു മേക്കിങ്, പെർഫോമൻസ്, ഈ കാസ്റ്റിംഗ് ഒക്കെ ഒന്നും കൂടെ മാറ്റിയെങ്കിൽ ഒന്ന് ഡെവലപ്പായി വന്നേനെ. കാസ്റ്റിംഗ് കൂടെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഈ പടം നല്ലൊരു സിനിമയായിട്ട് മാറിപ്പോയേനെ എന്നെനിക്ക് തോന്നിപ്പോയത്. പെർഫോമൻസിലും എല്ലാവരും ഒരു ഡൗൺ ആണെങ്കിൽ പോലും പൂർണിമ രവി തൻ്റെ സ്പേസ് നല്ല പോലെ ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. കാരണം ബിഗ് ബോസ് ഫെയിമാണെങ്കിൽ പോലും സ്ക്രീനിൽ കണ്ട സമയത്ത് ആ ഒരു കഥാപാത്രം, ആ ഒരു ക്യാരക്ടറുടെ ജീവിക്കുന്നതെങ്കിൽ തോന്നിപ്പോൾ നല്ല ഒരു ഇമ്പ്രൂവ്മെൻ്റ് പെർഫോമൻസാണ് പൂർണിമ രവി ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. സോ ആ ഒരു കാര്യം വെച്ച് ഈ സിനിമ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടൈം വേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഒരു ചില മൊമെൻ്റൊക്കെ മാത്രം കൊള്ളെങ്കിൽ പോലും അത്രയ്ക്ക് ഈ സിനിമ പെർഫെക്റ്റ് വന്നില്ല. ട്രോമ എന്നുള്ള ഒരു ടൈറ്റിൽ പോലും പെർഫെക്റ്റ് ആണെങ്കിൽ പോലും സ്ക്രിപ്റ്റ് ബേസ് ഭയങ്കര വീക്കാണ് എനിക്ക് തോന്നിപ്പോയി. സോ ആ ഒരു കാര്യം വെച്ച് വൺ ടൈം വാച്ചബിൾ സിനിമയാണ്. താല്പര്യമുണ്ടെങ്കിൽ അത് വെച്ച് കാണാം, പ്രത്യേകിച്ചൊന്നുമില്ല. നല്ല ഗുഡ് സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ പെർഫോമൻസ് ചെയ്തുകൊണ്ട് നമ്മൾ മുഷിപ്പിക്കുന്നുണ്ട്. ഇത്ര പറയാൻ വേണ്ടി ഇതാണ് ട്രോമ എന്ന സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. ഓക്കെ.